മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പെയ്യാൻ തുടങ്ങിയിട്ടുള്ള മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഴയും കാറ്റുമുള്ളതിനാൽ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത റിപ്പോർട്ട്. നാളെ ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായിട്ടാണ് പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ CBSE, ICSE സ്കൂളുകൾ എന്നിവയ്ക്കും മദ്രസകൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് നിലവിലത്തെ റിപ്പോർട്ട്. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ വഴി ഉൾപ്പെടുത്തി അത് ക്രമീകരിക്കാൻ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേധാവികൾ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ അറിയിക്കുന്നു. അതേസമയം അതിശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് മഴ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് സൂചന. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദത്തിന് ശക്തി പ്രാപിച്ചേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ രാജീവ് എരികുളം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മഴയിൽ വർധനവുണ്ടാകും എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത്. ഒക്ടോബർ 22-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചത്. 23-ന് കോഴിക്കോടും വയനാടും 24-ന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമടക്കമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള പല അപകട സാധ്യതകളും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ മുൻകരുതൽ എടുക്കണം എന്നുള്ള നിർദ്ദേശവും അധികൃതർ നൽകി കഴിഞ്ഞു. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഇന്ന്. എന്തായാലും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടുമായിരുന്നു പ്രഖ്യാപിച്ചത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ അതുപോലെ തന്നെ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകും എന്നുള്ളതാണ് റിപ്പോർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകട സാധ്യതകൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നും അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പുറത്തേക്ക് പോകുന്ന പ്രവണതകൾ, അത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നും ഒക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം പോലുള്ള നിരവധി അപകട സാധ്യതകളാണ് മുന്നിലുള്ളത്. നഗരപ്രദേശങ്ങളിലും ഏറ്റവും വലിയ ദുരന്ത സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഇത്. ഒരു ദിവസത്തെ മഴ അതൊറ്റ ഒന്ന് കൊണ്ട് മാത്രം നമ്മുടെ തലസ്ഥാനത്ത് തന്നെ നിരവധി ഇടങ്ങളിൽ വെള്ളപ്പൊക്ക സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനുള്ള സാധ്യതകളൊക്കെയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ എന്നിവയ്ക്കൊക്കെ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ളവർ അവിടെ നിന്ന് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏകമാർഗം. എന്തായാലും എല്ലാവരും സുരക്ഷിതരായി ഇരിക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഉടൻ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ അറിയിക്കാനുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇടുക്കിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്നുള്ളതാണ് മഴയെ സംബന്ധിച്ച് ഏറ്റവും അടുത്തായിട്ട് പുറത്തു വന്നിരിക്കുന്ന മുന്നറിയിപ്പ്.